ഏതൊരു ചെടിക്കും അതിനാവശ്യമുള്ള വളങ്ങളും വെള്ളവും മരുന്നും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും നമുക്ക് ആവശ്യത്തിലേറെ കായ്കൾ തരികയും ചെയ്യും. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ ഈ വഴുതനച്ചെടി. ഒരു പൊട്ടിയ ചട്ടിക്കകത്താണ് ഞാൻ ഇതിനെ വെച്ചിരിക്കുന്നത്. ഇത്രത്തോളം മണ്ണേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ നമ്മുടെ വെജിറ്റബിൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് തന്നെയാണിത്. അത് അതേപടി ഇട്ട് കൊടുത്തിരുന്നു. ഇതിന് നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കുപ്പിക്കകത്തുള്ള കമ്പോസ്റ്റാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മരുന്നടിച്ചു കൊടുക്കും, അതായത് ഓർഗാനിക് നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കും. ഇങ്ങനെ നല്ല നല്ല വഴുതനകൾ നമുക്കിങ്ങനെ ഉണ്ടാകാം. അതും വളമാണെങ്കിലോ നമ്മൾ വേറെ എങ്ങും അന്വേഷിക്കണം, നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള കുപ്പിക്കകത്താക്കി വെച്ചാൽ മതി. മാങ്ങാത്തൊലി നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് ഡയറക്റ്റായിട്ട് വളമായിട്ടിട്ട് കൊടുക്കും. ഇവിടെ ഒന്നും വെറുതെ കളയത്തില്ല, ഒന്നൊന്നിന് യൂസ്ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. വളമായിട്ട് അതിൻ്റെ മൂട്ടിൽ തന്നെ ഇടാം. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ അത് ഗ്രാജുവലി അവർക്കത് വളമായിട്ട് കിട്ടിക്കോളും. സോ നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ഇതിന് നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാം. എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ സേഫായിട്ടിരുന്നോളൂ. നമ്മുടെ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ, ആ മാങ്ങ അണ്ടി നമ്മളിത് ഇതിനകത്ത് തന്നെ അങ്ങ് ഡയറക്റ്റ് ഇട്ടേക്കും. ഇനി നമുക്കുള്ളത് ഈ തൊലികളാണ്. ഇതിനും നമ്മൾ യൂസ് ചെയ്യും. കാണിച്ചു തരാം. ഇത് ഓർമ്മയുണ്ടോ? നമ്മുടെ കമ്പോസ്റ്റ് കുപ്പി ഒരു മാസം മുമ്പ് നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ്. ഈ കുപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നതെന്നില്ല ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഞാനിപ്പോൾ ലിങ്കിലിട്ടേക്കാം. ഇങ്ങനെ കമ്പോസ്റ്റ് വെക്കുമ്പോൾ നമ്മുടെ ചെടികൾ അധികം വലുതാകാതെ തന്നെ കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും. ഇത് കണ്ടോ, നല്ലൊരു കായ ഉണ്ടായിക്കഴിഞ്ഞു. നമ്മൾ 1-2 കായ ഇതിൽ നിന്ന് പറിച്ചതുമാണ്. പൂക്കളും ഉണ്ട്. ഹെൽത്തി ആയിട്ട് അവർക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ ഈ കുപ്പിയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മാങ്ങ ചെത്തിയ തൊലി കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണല്ലോ നമ്മുടെ കമ്പോസ്റ്റ് കുപ്പി. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ ഒരു ചിരട്ട വെച്ച് അടച്ചിരുന്നു, കാരണം ഇത് കാക്കയെ പറ്റിക്കാനാണ്. അത് തുറക്കുക. നമ്മുടെ കുപ്പിയുടെ അടപ്പൊന്ന് പൊക്കി മാറ്റുക. ഇനി ഇതിനകത്തോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഈ മാമ്പഴത്തിൻ്റെ തൊലി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ പലയിടത്തും ഇങ്ങനെ കുപ്പികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കുപ്പി നിറച്ചിടണമെന്നില്ല, നമുക്ക് പല കുപ്പികളിലായിട്ട് ഇടാം. ഇതൊരു കൊച്ചു പീസസ് ആക്കി മാറ്റുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇടാൻ. യെസ്, ഒത്തിരി കുത്തി നിറയ്ക്കണ്ട, കാരണം ഈ മാങ്ങ ഞാൻ തൊലി ചെത്തിയത് അതേപടിയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ പീസാക്കിയില്ല, കുറച്ചുകൂടി ചെറിയ പീസാക്കുകയാണെങ്കിൽ കുറേ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ താഴോട്ട് താത്തി വയ്ക്കുക. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന മറ്റൊരു സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചായക്കൊത്ത് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്കത്തിനകത്ത് നല്ല രീതിയിൽ ഇവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈച്ച, കൊതുക്, പിന്നെ ഈ കൂവീച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ വെജിറ്റബിൾസ് വെളിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഓടി ഓടി ഇതിൻ്റെ അടുത്തോട്ട് വരും. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നമ്മുടെ മണ്ണാണെങ്കിലും മതി കേട്ടോ. ചായക്കൊത്താവുമ്പം ഇവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളും കിട്ടും. ചായക്കൊത്തിനകത്ത് നിറച്ച് നൈട്രജൻ ആണല്ലോ, അപ്പോൾ അതും കിട്ടും. ഒരു ഈച്ചയോ കൊതുകോ ഒന്നും ഇതിൻ്റെ മുകളിൽ വന്ന് ഇരിക്കുകയില്ല. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബയോഗ്യാസിൽ നിന്ന് വന്ന സ്ലറിയാണ്. ആ സ്ലറി ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബയോഗ്യാസിലെ സ്ലറിയാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റഡ് സാധനം. ഇതിനി നമുക്ക് പച്ചവെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. പച്ചവെള്ളം കൂടെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തു. ഒരു 1/3 സ്ലറി, ബാക്കി മുഴുവൻ 2/3 നമ്മുടെ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. സോ
ഇതാണേ നമ്മളിപ്പോൾ ഡൈല്യൂട്ട് ചെയ്തെടുത്ത നമ്മുടെ ബയോഗ്യാസിലെ സ്ലറി. അപ്പോൾ ഇതുകൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടി, ദേ വളവുമായി. പിന്നെ ഈ വളം കംപ്ലീറ്റ് കമ്പോസ്റ്റായി വരുന്നവരെ ഇവർക്ക് ഡെയിലി ഇതിൻ്റെ വളവും എല്ലാം ഡയറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് കാക്കയൊന്നും ഇത് തുറന്നെടുക്കാതിരിക്കാൻ ഇതിങ്ങനെ അടച്ചുകൂടെ വെച്ചേക്കാം. ഇത് കണ്ടോ, ഇത്രയും ചെറിയ ഒരു ചെടിയിൽ ഇത്രയും വലിയൊരു കായ ഉണ്ടാകണമെങ്കിൽ ഇതിനുള്ള വളവും അതുപോലെ നല്ലതായിരിക്കണമല്ലോ. പിന്നെ ഞാനിപ്പോൾ ബയോഗ്യാസിലെ സ്ലറി ഒഴിച്ചു, ഇതല്ലാതെ കഞ്ഞിവെള്ളമാണേലും മതി. ഈ സ്ലറിക്ക് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും ഇത് ഭയങ്കര എഫക്റ്റീവ് ആകും. ഞാനിവിടെ എൻ്റെ പറമ്പിൽ പോലും ഇങ്ങനെ പല ചെടികളുടെ ഇടയ്ക്ക് ഇതുപോലെ കുപ്പി വെച്ചിട്ടുണ്ട്. നല്ലൊരു മാർഗ്ഗമാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന, ഒരു കോസ്റ്റും ഇല്ലാതെ നമുക്ക് നമ്മുടെ ചെടികളെ പച്ചക്കറികളെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമായത്. ഏതൊരു ചെടിയുവേ പൂക്കുകയോ കായ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളതിന് കൊടുക്കുന്ന പരിചരണം പോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇത്രയും ചെടി ഒരു വഴുതനയാണ് എൻ്റേത്, പക്ഷെ അതിൽ നോക്ക് ഇത്ര വലിയ കായ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ കാരണം ഈ ഒരു കമ്പോസ്റ്റ് കുപ്പി തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഇതിന് മെയിനായിട്ട് കിട്ടുന്ന വളം. ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ മാത്രം ഇട്ടാൽ മതി. നമുക്കിങ്ങനെ കൊച്ചു ചട്ടികളിലും ഗ്രോ ബാഗിലും പിന്നെ നമ്മുടെ ചാക്കിലും ഒക്കെ ആയിട്ട് പച്ചക്കറികൾ വളർത്തിയെടുക്കാൻ പറ്റും. സോ ഇത്രയും മാങ്ങാത്തലൂടെ മിച്ചമുണ്ട്. ഇതൊന്നെങ്കിൽ നമുക്ക് കുപ്പിക്കകത്തിടാം, വേറെ ഇനിയും കുപ്പികളുണ്ട് അതിനകത്തിടാം. അതും അല്ലെങ്കിലോ ബയോഗ്യാസിലിടാം. ബയോഗ്യാസിലിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗ്യാസിൻ്റെ ഫോമിൽ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു മാങ്ങ ചെത്തിയാൽ പോലും അത് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒന്നും ഇവിടെ വെറുതെ കളയാറേയില്ല. ഒരു മാങ്ങ ചെത്തിയാൽ നമ്മൾ എല്ലാം യൂസ്ഫുള്ളാക്കി, പിന്നെ നമ്മുടെ മക്കൾക്കും അത് സൂക്ഷിച്ചു വെച്ചു.